GR ഇന്ദുഗോപൻ എഴുതിയ നാലഞ്ചു ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്മാൻ. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസായ ചിത്രം വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. ബേസിൽ ജോസഫ്, ലിജോ മോൾ, സജിൻ ഗോപു, ആനന്ദ് മന്മഥൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊന്മാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചില അഭിപ്രായങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഹായ്, മൈ നെയിം ഈസ് നിതിൻ. വെൽക്കം ടു സിനിമയും സർക്കിട്ടും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയും തുടർന്ന് കാണാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മലയാള സാഹിത്യത്തിലെ ഉത്തര ആധുനിക എഴുത്തുകാരിൽ വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് GR ഇന്ദുഗോപൻ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വിലായത്ത് ബുദ്ധ, അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്നീ നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കത് വായിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളത് വായിക്കുമ്പോൾ ഇതൊരു സിനിമ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. പിന്നീട് അമ്മിണിപ്പിള്ള വെട്ടുകേസ്, തെക്കൻ തല്ലുകേസ് എന്ന പേരിൽ സിനിമയായപ്പോൾ അതൊരു കൃതിയായി തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നി. അത് പക്ഷെ ഒരിക്കലും ഒരു തെറ്റല്ല. ഒരുപാട് നോവലുകളെ, ഒരുപാട് കഥകളെ സിനിമയാക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഈ രണ്ട് നോവലുകളിലും കോമൺ ആയിട്ടുള്ള ഒരു കോർ ത്രെഡ് ഉണ്ട്: മെയിൽ ഈഗോ ക്ലാഷ്. അതിപ്പോ വിലായത്ത് ബുദ്ധയിലെ ഭാസ്കരൻ മാഷും ഡബിൾ മോഹനനും തമ്മിലായാലും, അമ്മിണിപ്പിള്ള വെട്ടുകേസിലെ അമ്മിണിപ്പിള്ളയും പൊടിയനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയാലും, എല്ലാം ഈ മെയിൽ ഈഗോ ക്ലാഷിന് ബേസ് ചെയ്തിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കോർ ത്രെഡിനെ ഏറ്റവും മനോഹരമായിട്ട് ചലച്ചിത്ര ആവിഷ്കാരം നടത്തിയിരിക്കുന്ന സംവിധായകനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സച്ചിയാണ്. അനാർക്കലി ഒരു മനോഹരമായിട്ടുള്ള പ്രണയ സിനിമ തന്നെയാണെങ്കിലും അതിന്റെ യഥാർത്ഥ ത്രെഡ് ജാഫർ ഇമാമും ശാന്തനുവും തമ്മിലുള്ള മെയിൽ ഈഗോ ക്ലാഷ് ആണ്. തുടർന്ന് വന്നത് അയ്യപ്പനും കോശിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണെങ്കിൽ MVD കുരുവിളയും സൂപ്പർ സ്റ്റാർ ഹരീന്ദ്രനും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരുന്നു സച്ചിയുടെ രചനയിൽ പിറന്ന ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടായിരുന്നത്. സച്ചിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് വിലായത്ത് ബുദ്ധ. സച്ചിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വിലായത്ത് ബുദ്ധ തന്നെ സിനിമയാക്കണം എന്നുള്ളത്. പക്ഷെ മലയാള സിനിമയുടെ നിർഭാഗ്യം, നമ്മുടെ നിർഭാഗ്യം, അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. എങ്കിലും പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ ആ സിനിമ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ കേട്ടിരുന്നു. യാഥാർത്ഥ്യമാകട്ടെ, അതിനായി കാത്തിരിക്കുകയാണ്. എനിവേ, മെയിൽ ഈഗോ ക്ലാഷ് എന്നുള്ളൊരു കോർ ത്രെഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമകളൊക്കെ വന്നിരിക്കുന്നത്. GR ഇന്ദുഗോപന്റെ കഥകളും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും മാറിയ ഒരു ജേണർ കാണാം എന്ന ആഗ്രഹത്തിന്മേലാണ് ഞാൻ പൊന്മാൻ കാണാനായിട്ട് പോകുന്നത്. പക്ഷെ പൊന്മാനും കണ്ടു തീർന്നപ്പോൾ അതിനകത്തും ആക്ച്വലി ഒരു കോർ ത്രെഡ് എന്ന് പറയുന്നത് ഇതേ മെയിൽ ഈഗോ ക്ലാഷ് തന്നെയാണ്. അജേഷും മരിയാനോയും തമ്മിലാണ് ഈ സിനിമയിലെ ഈഗോ ക്ലാഷ് നടക്കുന്നത്. പള്ളിപ്പെരുന്നാളിനിടയിലെ മത്സരത്തിൽ മരിയാനോ തോൽക്കുമ്പോൾ അജേഷിന്റെ ഒരു കൂവലുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സെൻട്രൽ കോർ ത്രെഡുകൾ സെയിം ആണെങ്കിലും നമുക്കൊരിക്കലും ഒരു മടുപ്പോ ഒരു റെപ്പറ്റീഷനോ തോന്നാത്ത ഒരു സിനിമ അനുഭവം തന്നെയാണ് പൊന്മാൻ നൽകിയത്. അതിന് പ്രധാന കാരണം ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നവരുടെ പ്രകടന മികവ് തന്നെയാണ്. ഞാൻ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് എടുത്തു പറയാനുള്ള റീസൺ, മറ്റ് അഭിനേതാക്കളിൽ പലപ്പോഴും ഒരു ഏച്ചുകെട്ടലൊക്കെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കൊല്ലം. ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് മൺട്രോ തുരുത്തും. അപ്പൊ അവിടുത്തെ ഒരു സംസാര രീതിയും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റ ശൈലിയുമായിട്ടൊക്കെ ഒരു മിസ്മാച്ച് ഉള്ളതായിട്ട് പല ക്യാരക്ടേഴ്സിന്റെയും പ്രകടനത്തിൽ തോന്നിയിരുന്നു. പക്ഷെ അതിനെയൊക്കെ ടാലിയാക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ മറച്ചു പിടിക്കുന്ന അത്രയും മികച്ച ഒരു പ്രകടനമായിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന എല്ലാവരും ചെയ്തത്. ബേസിൽ ജോസഫ് എന്ന നടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് തന്നെയാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചത്. എല്ലാവരും ബേസിലിന്റെയും ലിജോ മോളുടെയും സജിൻ ഗോപുവിന്റെ ഒക്കെ പ്രകടനത്തെ വാഴ്ത്തി പാടുന്നുവെങ്കിലും എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബ്രൂണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആനന്ദ് മന്മഥന്റെ പ്രകടനത്തെയാണ്. ഈ സിനിമ ബ്രൂണോയുടെ കഥയാണ്. ബ്രൂണോയുടെ കണ്ണുകളിലൂടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ബ്രൂണോയുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കേരളത്തിലെ വലിയൊരു വിഭാഗം യുവാക്കളുടെ പ്രതിനിധിയാണ് ബ്രൂണോ. വലിയ ഉത്തരവാദിത്വമൊന്നും ഏൽക്കാൻ വയ്യാത്ത, പുറകിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള അബദ്ധ ധാരണയിൽ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് എടുത്തു ചാടുന്ന, കുടുംബത്തിന്റെ കാര്യത്തിൽ പോലും വലിയ ഉത്തരവാദിത്വം കാണിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം യുവാക്കളിൽ ഒരാൾ മാത്രമാണ് ബ്രൂണോ. പക്ഷെ അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലൂടെ അയാൾ തിരിച്ചറിയുകയാണ്, ഒരു ആപൽ ഘട്ടത്തിൽ തന്റെ ഒപ്പം ആരും ഉണ്ടാവില്ല, താൻ ഒറ്റയ്ക്കായി പോകും. തലേ ദിവസം വരെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ആരും ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചു നോക്കിയ കൂട്ടുകാരൻ പോലും തന്നെ ഒഴിവാക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ബ്രൂണോയുടെ കണ്ണുകൾ നിറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഒരു ഘട്ടത്തിൽ നഷ്ടബോധം കാരണമെല്ലാം അവസാനിപ്പിക്കാമെന്ന് പോലും ബ്രൂണോ കരുതി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കരുതാത്ത മനുഷ്യരുണ്ടോ? പക്ഷെ അവിടെ നിന്നും ബ്രൂണോ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ബ്രൂണോയ്ക്കറിയാത്ത കുറച്ചുപേർ, വളരെ കുറച്ചുപേർ മാത്രം എവിടെ നിന്നോ ദൈവദൂതന്മാരെ പോലെ ബ്രൂണോയെ സഹായിക്കാനായിട്ട് എത്തുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, നീ തോറ്റിട്ടില്ല, നിനക്ക് മുമ്പിലോട്ടൊരു ലൈഫ് ഉണ്ടെന്ന്. സിനിമയുടെ ക്ലൈമാക്സ് സീനുകളിൽ ഒന്നിൽ അജേഷ് ബ്രൂണോയെ നോക്കി ചിരിക്കുന്ന ഒരു സീനുണ്ട്. ആ ചിരി തന്നെയാണ് ബ്രൂണോയുടെ വിജയം, ഈ സിനിമയുടെയും വിജയം. നമ്മൾ തോറ്റു പോകുമ്പോൾ, നമുക്ക് എല്ലാവരും നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ കൂടെ ആരും ഇല്ല എന്ന് നമ്മൾ കരുതുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രം നമ്മളെ ചേർത്ത് പിടിക്കാനും നീ തോറ്റിട്ടില്ല എന്ന് പറയാനും ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ക്ലൈമാക്സുകളിൽ ഒരു ചിരി ഉണ്ടാവും എന്നാണ് ഈ സിനിമ പറഞ്ഞു നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഈ സിനിമ സംസാരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം സ്ത്രീധനം, സ്വർണം എന്നുള്ളതൊക്കെയാണ്. ഇത് കൊല്ലത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവം
സംഭവമായിട്ടാണ് പലരും ഈ സിനിമ കണ്ടിട്ട് പ്രതികരിച്ചത്. സൗന്ദര്യവും സ്ത്രീധനവും കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. അതും നമ്മുടെ കേരളത്തിലാണ്. ഇത് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ന് നടക്കുന്ന കാര്യമാണ്, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. ഇതുപോലെയുള്ള സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഈ സിനിമ നൽകുന്നുണ്ട്. ബ്രൂണോയുടെ കാര്യം പറഞ്ഞപ്പോൾ PP അജേഷിനെ വിട്ടുപോയി. കൊടിയ ദാരിദ്ര്യത്തിനിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങളെ വലിയ വലിയ ആഘോഷങ്ങളാക്കുന്ന, ഒരു ജോലി ഏൽപ്പിച്ചാൽ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്തു തീർക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കളുടെ മുഖമാണ് ബേസിൽ ജോസഫ് അവതരിപ്പിച്ച PP അജേഷ്. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും നമ്മളോട് ഒരുപാട് കഥകൾ പറഞ്ഞു പോവുകയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ആ സോങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കൊല്ലത്തിനകത്താവും, കൊല്ലംകാരെ പോലെ ആവും. അങ്ങനത്തെ ഒരു ഇമ്പാക്ട് തരാനായിട്ട് ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് സാധിച്ചിട്ടുണ്ട്. സിനിമ അടുത്തുള്ള തിയേറ്ററുകളിൽ എത്രയും പെട്ടെന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. സിനിമ ഒരു വലിയ വിജയമാക്കി തീർക്കുക. See you in the next video. Thank you.